അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. CBSE ഗ്രേഡ് 10 അറബിക്കിലെ ഒരു ഗ്രാമർ പോർഷൻ ആയിട്ടുള്ള അൽ മർഫുആത്ത് എന്ന ഗ്രാമർ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അൽ മർഫുആത്ത് എന്ന് പറഞ്ഞാൽ നോമിനേറ്റീവ് കേസസ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഗ്രാമർ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിന്റെ ഗ്രാമർ പോർഷനിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നു എന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്കിതിന്റെ മാർക്കിംഗ് സ്കീം നോക്കാം. അതിൽ മാർക്കിംഗ് സ്കീം വരുന്നത് ഫസ്റ്റ് ഒരു മാർക്ക് പോകുന്നത് അതിന്റെ ഡെഫിനിഷൻ എഴുതുമ്പോഴാണ്. എന്താണ് മർഫുആത്ത് എന്ന് എഴുതുക. പിന്നെ അതിലെ കുറച്ച് ടൈപ്സ് ഓഫ് മർഫുആത്ത് ഉണ്ട്. ആ ടൈപ്സ് ഓഫ് മർഫുആത്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിലൊരു മാർക്ക് കിട്ടും. പിന്നെ നമുക്കൊരു മാർക്ക് കിട്ടുക അതിന്റെ ടൈപ്സ് ഓഫ് മർഫുആത്ത് പറഞ്ഞതിൽ ഒരു 3 മർഫുആത്തെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് ഡെഫിനിഷൻ ആൻഡ് സിമ്പിൾ ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾ. ദെൻ വി ക്യാൻ ഗെറ്റ് 3 മാർക്സ് ഓഫ് 5 മാർക്ക്. ലൈക്ക് ദാറ്റ് നമുക്ക് 5 മാർക്ക് അങ്ങനെ ആ ഒരു മർഫുആത്ത് എന്ന സബ്ജക്റ്റിൽ എന്ന ടോപ്പിക്ക് നമുക്ക് കരസ്ഥമാക്കാൻ ശ്രമിക്കും. അപ്പം പിന്നെ എന്താണ് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് മർഫുആത്തിന് ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം എന്നുള്ളതാണ്. മർഫുആത്ത് എന്ന് പറഞ്ഞാൽ മർഫുആത്ത് ആർ ദി നൗൺസ് ദാറ്റ് അപ്പിയർ ഇൻ ദ നോമിനേറ്റീവ് കേസ് ഇൻ എ സെന്റൻസ്. ഒരു സെന്റൻസിൽ റഫ് പൊസിഷനിൽ വരുന്ന ഏതൊക്കെ കേസുകളുണ്ടോ ആ കേസുകൾക്കൊക്കെ മർഫുആത്ത് എന്നാ പറയാം. നോർമലി ദ യൂഷ്വലി എൻഡ് വിത്ത് എ ലമ്മ ഓർ വാട്ട് ടേക്ക് ഇറ്റ്സ് പ്ലേസ്. നോർമലി ലമ്മാണ് റഫ് എന്ന് പറയുമ്പോൾ ലമ്മാണ് അതിന്റെ എൻഡിങ്ങിൽ ലാസ്റ്റ് ഹർക്കത്തായിട്ടുണ്ടാവുക. അപ്പൊ ലാസ്റ്റ് ഹർക്കത്തിൽ ലമ്മായിട്ട് വരുന്ന കേസസ് ആണ് അൽ മർഫുആത്ത് എന്ന് പറയുക. അതിന്റെ ഒരു അറബിക് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഹിയ അസ്മാഉ ലത്തി തഅതി മർഫുഅത്തൻ ഫിൽ ജുംല വയകുനു ആഖിറഹ ലമ്മ വഅഉമ യനൂബു അൻഹ ഒരു ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് മർഫുആത്ത് ജസ്റ്റ് നോക്കാം. ഏതൊക്കെ പിന്നെ കേസുകളാണ് അവസാനം ലമ്മായിട്ട് വരുന്ന കേസ് നോക്കാം. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അൽ മുബ്തദ. മുബ്തദയാണ്. നമുക്കറിയാം നോർമൽ സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡാണ് അൽ മുബ്തദ. സെക്കൻഡ് ആയിട്ട് പറയുന്നത് അൽ ഖബറാണ്, ദ പ്രെഡിക്കേറ്റ്. നോർമലി ബേസിക്കലി നോർമൽ സെന്റൻസിൽ സെക്കൻഡ് വേർഡ് ആയിരിക്കും ഖബർ എന്ന് പറയുന്നത്. നമുക്കറിയാം അൽ ബൈത്തു കബീർ എന്നൊക്കെ പറയും പോലെ നമുക്ക് ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ശേഷം പിന്നെ ഫായിലുണ്ട്. വെർബൽ സെന്റൻസിൽ സെക്കൻഡ് വേർഡ് എപ്പോഴും ഫായിലായിരിക്കും. അതാണ് പിന്നെ അതൊരു മർഫുആത്ത് ആണ്. പിന്നെ നായിഫായിലാണ് ദ ഡെപ്യൂട്ടി സബ്ജക്ട് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്ജക്ട് എന്നൊക്കെ പറയാം. പാസീവ് വേർബ് ഒക്കെ ചേർത്ത് പറയുന്ന സെന്റൻസിലാണ് ആ ഒരു പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്ജക്ട് ഉണ്ടാവുക. സെക്കൻഡ് പിന്നെ പറയുന്ന ഇസ്മുഖാന നമുക്ക് പഠിച്ചതാണ്, കാന യുന്നൊക്കെ. അപ്പോൾ അതിൽ ഇസ്മുഖാന എന്ന് പറയുന്നത് ആക്ച്വലി മുമ്പ് അത് മുപ്പത്തരയായിരുന്നു. അപ്പൊ ഈ കാന വന്നപ്പോഴേ ഇസ്മുഖാനായി മാറി. അപ്പൊ കാനയുടെ തൊട്ട് അടുപ്പിച്ച് വരുന്ന വേർഡാണ് ഇസ്മുഖാന. പിന്നെ ഖബറു ഇന്ന, ഇന്നയുടെ ശേഷമുള്ള സെക്കൻഡ് വേർഡാണ് ഖബറു ഇന്ന. അപ്പൊ ഈ വേർഡൊക്കെ ശരിക്കും എന്താണ് മർഫുആത്ത് ഗണത്തിൽപ്പെടാം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ എൻഡിങ്ങില് ബേസിക്കലി ലമ്മാണ് കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനി ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നൗൺ ദാറ്റ് പെർഫോം ദ ആക്ഷൻ ഇൻ എ വെർബൽ സെന്റൻസ്. വെർബൽ സെന്റൻസിലെ അതിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ആ വേർഡാണ് അൽ ഫായിൽ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കതബൽ വലദു അദ്ദർസ. അപ്പൊ ഈ സെന്റൻസില് മീനിങ് ദ ബോയ് റോഡ് ദി ലെസൺ എന്നൊരു സെന്റൻസ്. അപ്പൊ ഇതില് സബ്ജക്റ്റ് ആയിട്ട് വന്നുള്ളത് ഫീലിന് ശേഷം എപ്പോഴും ഫായിലായിട്ടുള്ള വീടായിട്ട് ഉണ്ടാവുക. അപ്പൊ ഇതില് ഫായിലായിട്ടുള്ള വീട് നോക്കിയ അൽ വലദു എന്നുള്ളതാണ്. അതിന്റെ ലാസ്റ്റ് ഹർക്കത്ത് ഫായില പിന്നെ ലമ്മാണ്. അപ്പൊ ഇതാണ് ഫായിൽ മെൻഷൻ ചെയ്യാം. അടുത്ത ഒരു പിന്നെ മർഫുആത്ത് ആയിട്ട് നമുക്ക് ഗണിക്കാൻ പറ്റുക അൽ മുബ്തദ എന്നുള്ളതാണ്. A nouns that appears at the beginning of a normal sentence. നോർമൽ സെന്റൻസിന്റെ ഫസ്റ്റിൽ ഉണ്ടാകുന്ന വേർഡാണ് മുബ്തദ എന്നുള്ളത്. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ അൽ ബൈത്തു കബീർ. ഇതില് പിന്നെ അൽ ബൈത്തു എന്നുള്ളതാണ് മുബ്തദ. അതിന്റെ ഹർക്കത്ത് എപ്പോഴും ലമ്മായിരിക്കും. ഖബറിന്റെ അവസാനം ലമ്മെന്നായിരിക്കും എപ്പോഴും ഉണ്ടാവുക. പക്ഷെ ഇതിന് ഡിഫറൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് മുബ്തദ ഓൾമോസ്റ്റ് ഇവിടെ എഴുതുമ്പോഴും അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലുണ്ടാവും. ഖബർ എപ്പോഴും തൻവീൻ ആയിട്ടാണ് വരിക എന്നുള്ളതാണ്.
പേരുകളൊന്നും അല്ല എങ്കിൽ ഇപ്പൊ മുഹമ്മദ്, സലീം എന്നൊക്കെ പറയുന്ന ഒരു പേരാണ് മുക്തയായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ അല്ലുണ്ടാവില്ല. പേരുകൾക്ക് കൂടെ അല്ലുണ്ടാവില്ല. നോർമലില്ല, ബേസിക്കലി ഒരു വേർഡ് മുക്തയായിട്ട് വരുമ്പോൾ അതിൽ അല്ലുണ്ടാവും, ഖബറിൽ തൻവീൻ ഉണ്ടാവുക. ദാറ്റ്സ് ദ പോയിന്റ്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇസ്മുഖാനയാണ്. ഖാനയുടെ ഇസ്മാണ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ദ സബ്ജക്ട് ഓഫ് ഖാന ആൻഡ് ഇറ്റ്സ് ജസ്റ്റിസ്. പിന്നെ ഖാനയുടെ തൊട്ട് അടുത്ത് വരുന്നവരാണ് ഇസ്മുഖാന എന്നുള്ളത്. അപ്പൊ ഖാനൽ ബൈത്തു കബീർ എന്ന് പറയുന്ന സമയത്ത് അതില് ഖാനയുടെ തൊട്ട് ചേർന്ന് വരുന്ന വേർഡ് അൽ ബൈത്തു എന്നുള്ളതാണ്. നേരത്തെ മുഫ്തയായിരുന്നു, ഖാന വന്നപ്പോഴാണ് അത് ഇസ്മുഖാനായത്. എനിവേ എന്തായാലും ഇതിൽ ഇസ്മുഖാനായിട്ടുള്ളത് അൽ ബൈത്തു ആണ്. അതിന്റെ അവസാനം ഹർക്കത്ത് ലമ്മാണ്. അടുത്തത് അൽ ഖബർ. എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ. ദ ഖബർ ഈസ് ദ വേർഡ് ദാറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി മുബ്തദ. മുബ്തദയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്ന വേർഡാണ് ഖബർ എന്നുള്ളത്. സെക്കൻഡ് വേർഡാണ്, മുബ്തദ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വേർഡാണ് അൽ ഖബർ എന്നുള്ളത്. അതിനെയും ലാസ്റ്റ് ഹർക്കത്ത് എപ്പോഴും ലമ്മായിരിക്കും. നെക്സ്റ്റ് ഖബർ പിന്നെ എന്നുള്ളതാണ്. എന്താണ് ഖബർ? ഇറ്റ് ഈസ് എ പ്രെഡിക്കേറ്റ് ദാറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇസ്മിന്ന. ഇസ്മിന്നയുടെ ശേഷം വരുന്ന വേർഡാണ്. ഇന്നയുടെ ശേഷം എപ്പോഴും ഇസ്മുന്ന, അതിനുശേഷം സെക്കൻഡ് ആയിട്ട് വരുന്ന വീടാണ് ഖബറു ഇന്ന എന്നുള്ളത്. ഇന്നൽ ബൈത്ത് കബീർ, ഇൻഡീഡ് ഹൗസ് ഈസ് ബിഗ്. ഇതിൽ സെക്കൻഡ് വേർഡ് ആണ് ഖബറു ഇന്ന എന്നുള്ളത്. അതിന്റെ അവസാനവും ലമ്മ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മർഫഅത്തിൽ പെടുന്നത്. ഇനി അവസാനമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നായിബുൽ ഫായിലാണ്. എന്താണ് നായിബുൽ ഫായിൽ? ദ നൗൺസ് ദാറ്റ് റീപ്ലേസസ് ദ സബ്ജക്ട് ഇൻ എ പാസീവ് സെന്റൻസ്. അപ്പം ഒരു പാസീവ് സെന്റൻസിലാണ് ശരിക്കും നായിബ് ഫായിൽ വരിക. അതിൽ ഫായിലായിട്ടുള്ള വേർഡ് പറയില്ല. ഇപ്പൊ ഒരാൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഫുത്തിഹൽ ബാബു, ദ ഡോർ വാസ് ഓപ്പൺഡ്. അപ്പം ഹൂ ഡിഡ് ഓപ്പൺ ദി ഡോർ എന്നതിന്റെ ആൻസർ അവിടെ ഇല്ല. ആരാണ് ആ ഡോർ ഓപ്പൺ ചെയ്തത് എന്ന് പറയുന്നില്ല, പാസീവ് വോയിസ് ആണ്. അതിൽ പിന്നെ ഡുവർ ഫോമിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ പറയില്ല. അപ്പൊ അവിടെ നായിബ് ഫായിൽ ആയിട്ടുള്ളത് ആരാണ്? അൽ ബാബു എന്നുള്ളതാണ്. അപ്പൊ അത് ആക്റ്റീവ് വോയിസിൽ വരികയാണെങ്കിൽ ആക്റ്റീവ് സെന്റൻസിൽ ആക്ച്വലി ഫതഹൽ വലദു അൽ ബാബ, ദി ബോയ് ഓപ്പൺ ദി ഡോർ എന്നൊക്കെ നമുക്കതിനെ പറയാം. അപ്പൊ അതില് അൽ വലദു എന്ന് പറയുന്ന ആ ഫായിലെ മാറ്റി, അപ്പൊ അതിന്റെ സ്ഥാനത്തേക്ക് ഫായിലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അതിന് പകരമായിട്ട് വന്ന വേർഡാണ് അൽ ബാബ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫായിലിന്റെ സ്ഥാനത്തേക്ക് വരുന്ന ഫായിലിന് ഉള്ള ഹർക്കത്ത് എന്ന നിലക്ക് ഇതിന് വന്ന് ആ വേർഡ് കൊടുക്കും. അപ്പൊ അതാണ് അൽ ബാബു എന്ന് വന്ന് കൊടുത്തു വന്നിട്ടുള്ളത്. അപ്പൊ അതും എന്താണ്? നായിബ് ഫായിൽ, പിന്നെ മർഫഅത്തിൽ പെടും എന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എഴുതി കൊടുത്താൽ നമുക്ക് ഇതിന്റെ 5 മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.